ഉത്തരകാശിയിലെ ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി മോശം കാലാവസ്ഥ. സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഇതുവരെയായി 150-ലധികം പേരെ രക്ഷപ്പെടുത്തി കഴിഞ്ഞു. ദരാലി ഗ്രാമത്തിലെ പ്രധാന റോഡുകളെല്ലാം തന്നെ പൂർണ്ണമായും വെള്ളത്തിനടിയിലായ സാഹചര്യം. മേഘവിസ്ഫോടനവും ഉരുൾപൊട്ടലും മൂലം മണ്ണിടിഞ്ഞ് കുടുങ്ങിയവരിൽ മലയാളികളും അകപ്പെട്ടു. 28-അംഗ വിനോദയാത്രാ സംഘത്തിൽ 8 പേർ മലയാളികളാണ് എന്നാണ് വിവരം. കുടുങ്ങിയവരിൽ 20 പേർ മുംബൈയിൽ നിന്നുള്ളവരാണ്, 8 പേർ കേരളത്തിൽ നിന്നുള്ളവരാണ് എന്ന് ടൂർ പാക്കേജിന്റെ ഭാഗമായി ഉത്തരാഖണ്ഡിൽ എത്തി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇവരെ ബന്ധപ്പെടാനായിട്ടില്ല. ദുരന്തഭൂമിയിൽ നിന്ന് എസ് നന്ദഗോപൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നന്ദൻ, ഈ മോശം കാലാവസ്ഥയെ തുടർന്ന് ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, രക്ഷാപ്രവർത്തനത്തിന് തടസ്സം നേരിട്ടിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഈ ദുരന്തഭൂമിയിൽ അകപ്പെട്ട സൈനികർ, അതോടൊപ്പം തന്നെ മലയാളികൾ എന്നിവരുടെ അവസ്ഥയെക്കുറിച്ച്, കാണാതായവരെ കുറിച്ച് എന്തെങ്കിലും വിവരവുമുണ്ടോ? ഇപ്പോൾ ഉത്തരാഖണ്ഡിലെ കാലാവസ്ഥ അല്പം തെളിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. അതായത് രക്ഷാപ്രവർത്തനം വൈകിയാണെങ്കിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. നേരത്തെ പ്രതികൂല സാഹചര്യം നിലനിൽക്കുന്നതിനാൽ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നില്ല. ഈ മേഖലയിൽ ആകെ വെള്ളവും അതേപോലെ തന്നെ ചെളിയും നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഈ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്നവർ തന്നെ ആപത്തിലേക്ക് അകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇത് കണക്ക് കൂട്ടി തന്നെയാണ് മഴ അല്പം മാറി നിന്ന ഒരവസ്ഥയിൽ ഇപ്പോൾ അല്പസമയം മുമ്പ് ഈ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ITBPയും CRPFും അതേപോലെ തന്നെ NDRFും ഒപ്പം തന്നെ SDRFിന്റെയും പ്രത്യേക സംഘങ്ങളാണ് ഈ തെരച്ചിലിന് ഉള്ളത്. അതിന് പുറമെയാണ് ഫയർഫോഴ്സ്, ഉത്തരാഖണ്ഡിലെ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇതിനോടകം തന്നെ 50-ലധികം ആൾക്കാരെ കണ്ട് കിട്ടാനുണ്ട് എന്നുള്ളതാണ് NDRFിന്റെ DIG ഔദ്യോഗികമായി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. 50 പേരുടെ പട്ടികയാണ് നാട്ടുകാർ തന്നിരിക്കുന്നത്. അതേസമയം 5 പേരുടെ മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഹർഷദ് വാലി എന്നുള്ള പ്രദേശത്തുണ്ടായ രണ്ടാമത്തെ സ്ഫോടനം, അതൊരു ആർമി ക്യാമ്പിന് സമീപമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ ഏതാണ്ട് 12ഓളം ജവാന്മാർ ഈ സംഭവത്തിനകപ്പെട്ട് ഇതിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അവരും നിലവിൽ കാണാതായവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവർക്കടക്കം തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഡെറാഡൂണിൽ കരസേനയുടെ ഹെലികോപ്റ്ററുകൾ തയ്യാറാണ്. ഒപ്പം തന്നെ ആർമി മെഡിക്കൽ കോറിന്റെ പ്രത്യേക വിദഗ്ധ ഡോക്ടർമാരും അതേപോലെ തന്നെ ആർമി മെഡിക്കൽ കോറിന്റെ തന്നെ പാരാ മെഡിക്കൽ സ്റ്റാഫും അടങ്ങുന്ന പ്രത്യേക സംഘം ഈ ഡെറാഡൂൺ കേന്ദ്രീകരിച്ച് നിൽക്കുന്നു. ഈ ഹെലികോപ്റ്ററിന് ഉത്തരകാശിയിൽ ലാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അനുകൂലമാകുമ്പോൾ അത്തരത്തിൽ എയർലിഫ്റ്റിംഗ് അടക്കമുള്ള രക്ഷാപ്രവർത്തനങ്ങളിലേക്ക് കടക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ ഈ മേഖലയിലേക്ക് കടക്കുവാനുള്ള പാലം ഒലിച്ചു പോയതിനാൽ തന്നെ ഇവിടേക്ക് റോഡ് മാർഗമുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ നിലവിൽ മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വ്യോമ നിരീക്ഷണം നടത്തുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം ഈ സംഭവം നടന്ന സ്ഥലത്ത് നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ നിരവധി തവണ ഇതിനോടകം തന്നെ പുഷ്കർ സിംഗ് ധാമിയുമായി ബന്ധപ്പെട്ട് ഉത്തരാഖണ്ഡിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്തി. ശരി നന്ദൻ.